ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, ഈശോ മിശിഹായെ പറ്റിയുള്ള പഠനം ആരംഭിക്കുന്ന ഒരുക്കമായിട്ടുള്ള ഒരു ചെറിയ പങ്കുവയ്ക്കലാണിത്. ഈ വിഷയം ഈശോയെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നതാണ്. 3 വർഷത്തെ പ്രബോധനങ്ങൾ യേശു ഉപസംഹരിച്ചത് അന്ത്യത്താഴവേളയിൽ നടത്തിയ പ്രാർത്ഥനയിലാണ്. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ തിരുവചനം എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന വചനത്തോട് കൂട്ടി വായിക്കുമ്പോൾ നിത്യജീവൻ യേശുവിനെ അറിയുക എന്നതാണ് എന്ന് കാണാനാവും. എന്താണ് നിത്യജീവൻ? മനുഷ്യൻ്റെ പരമാന്ത്യം നിത്യജീവൻ പ്രാപിക്കലാണ്. രക്ഷ പ്രാപിക്കുക അഥവാ ദൈവിക ജീവനിൽ പങ്കാളിയാകുക എന്നും ഇതിന് പറയും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ പങ്കുചേരലാണ് നിത്യജീവൻ പ്രാപിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരണാനന്തരമുള്ള ജീവിതകാലത്തല്ല, ഇപ്പോഴത്തെ ജീവിതത്തിൽ തന്നെയാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടത്. പൂർണ്ണത കൈവരിക്കുന്നത് മരണാനന്തരമാണെന്ന് മാത്രം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 265 സഭ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം സ്വീകരിക്കുന്ന മാമോദീസായുടെ കൃപാവരത്തിലൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ പങ്കുചേരുവാൻ ഇവിടെ ഭൂമിയിൽ വിശ്വാസത്തിൻ്റെ അവ്യക്തതയിലും മരണാനന്തരം സനാതന പ്രകാശത്തിലും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഭൂമിയിൽ വിശ്വാസത്തിൻ്റെ അവ്യക്തതയിൽ നിത്യജീവൻ പ്രാപിക്കുക, അതായത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ പങ്കുചേരുക എന്നതിനർത്ഥം യോഹന്നാൻ 17:3 ഈശോ പഠിപ്പിക്കുന്നതനുസരിച്ച് യേശുവിനെ അറിയുക എന്നത് തന്നെയാണ്. ജ്ഞാനസ്നാനത്തിൽ ആണ് യേശുവിനെ അറിയുക എന്നതിൻ്റെ ആദ്യ അക്ഷരം കുറിച്ചത്. തുടർന്ന് ഈ അറിവിൽ പ്രതിദിനമെന്നോണം വളരണം, ജീവിതകാലം മുഴുവൻ കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പ്രക്രിയയാണ് യേശുവിനെ അറിയുക എന്നത്. വൈവാഹിക സ്നേഹബന്ധത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ക്രമേണ വളർന്ന് ആ ബന്ധത്തിൽ സുദൃഢമാകുന്നതിനോട് യേശുവിനെ അറിയുക എന്ന പ്രക്രിയയും ഉപമിക്കാവുന്നതാണ്. വിവാഹാഘോഷം കഴിയുന്നതോടെ പരസ്പരം അറിയാനുള്ള പഴുതടയും വിധം അവർ തമ്മിലുള്ള സമ്പർക്കം നിലച്ചുപോയാൽ അവരുടെ വിവാഹം തന്നെ അപകടത്തിലാകും. ഇതുപോലെ മാമോദീസ ആഘോഷം കഴിഞ്ഞ് യേശുവിനെ അറിയുന്നതിൽ സ്ഥിരതയോടെ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ പോയാൽ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് ചുരുങ്ങിയ ഉപരിപ്ലവമായ ക്രിസ്തീയ ജീവിതമായിരിക്കും നാം നയിക്കുന്നത്. ഭൂരിപക്ഷം ക്രൈസ്തവരും അങ്ങനെയാണെന്നതാണ് വാസ്തവം. യേശുവിനോടുള്ള ഒരു സജീവ തീവ്ര സ്നേഹബന്ധമാകേണ്ട നമ്മുടെ ക്രൈസ്തവ ജീവിതം മന്നോഷ്ടമാകാനുള്ള പ്രധാന കാരണം യേശുവിനെ അറിയായിക തന്നെ. യേശുവിനെ അറിയലാണ് ക്രൈസ്തവ ജീവിതത്തിൽ പരമപ്രധാനം എന്നതിനാലാണ് ദൈവിക വെളിപാടിൻ്റെ അടിസ്ഥാന സ്രോതസ്സായ വിശുദ്ധ ബൈബിളിൻ്റെ ഏക പ്രതിപാദ്യ വിഷയം യേശു ആയിരിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന 134 സഭ ഇക്കാര്യം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം വാസ്തവത്തിൽ ഏക ഗ്രന്ഥമാണ്. ക്രിസ്തുവാണ് ആ ഏക ഗ്രന്ഥം. കാരണം വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എല്ലാ വിശുദ്ധ ലിഖിതങ്ങളും ക്രിസ്തുവിലാണ് പരിപൂർണതയിലെത്തുന്നത്. വീണ്ടും മതബോധന ഗ്രന്ഥം 102 ഖണ്ഡികയിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വാക്കുകളിൽ കൂടിയെല്ലാം ദൈവം സംസാരിക്കുന്നത് ഒരേ ഒരു വചനമാണ്, തൻ്റെ അനന്യവചനം. അതിലൂടെയാണ് ദൈവം സ്വയം പൂർണ്ണമായി ആവിഷ്കരിക്കുന്നത്. ഏതാണ് ദൈവം സംസാരിക്കുന്ന ഒരേ ഒരു വചനം? അവിടുത്തെ അനന്യവചനം യേശു ക്രിസ്തു തന്നെ. യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 1-14 വാക്യങ്ങളിൽ ഇത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു, അവൻ്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു. യോർദാൻ നദിയിൽ യേശു സ്നാനം സ്വീകരിച്ചപ്പോഴും
താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോഴും ആണ് ദൈവം സംസാരിക്കുന്നതായി വേദപുസ്തകം വ്യക്തമാക്കുന്നത്. അത് രണ്ടും അവസരങ്ങളിലും ദൈവം സംസാരിച്ചത് യേശുവിനെ പറ്റി തന്നെയായിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഒരേ ഒരു വചനം, അതായത് യേശുവിനെ പറ്റി മാത്രം പറയുന്നത്? അതിൻ്റെ കാരണം നിത്യജീവനം പ്രാപിക്കുന്നത് യേശുവിനെ അറിയുന്നത് തന്നെയാണ് എന്നത്രേ. അതിനാലത്രേ നിത്യജീവനം പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന ധനികനായ യുവാവിൻ്റെ ചോദ്യത്തിന് പ്രമാണങ്ങൾ കാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച യേശുവിൻ്റെ മറുപടി അവിടുന്ന് പൂർത്തിയാക്കിയത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. കാരണം യേശു സംസാരിച്ച പഴയ നിയമ പ്രബോധനങ്ങളുടെ എല്ലാം സംഗ്രഹമാണ് 10 കൽപ്പന എന്നത് ശരി തന്നെ. പക്ഷേ അവയുടെ പൂർണ്ണത യേശുവിനെ അറിയുക തന്നെയാണ്. പ്രമാണങ്ങളെല്ലാം ചെറുപ്പം മുതൽ അന്യൂനമായി പാലിച്ചിരുന്ന ആ യുവാവിനും നിത്യജീവൻ പ്രാപിക്കാൻ യേശുവിനെ അറിഞ്ഞേ തീരൂ. സ്വത്തെല്ലാം വിറ്റ് യേശുവിൻ്റെ കൂടെ ചെന്ന് താമസിക്കാൻ പറഞ്ഞത് അവിടുത്തെ അടുത്ത് അറിയുവാൻ വേണ്ടിയായിരുന്നു. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമ ഗ്രന്ഥങ്ങൾ 46 യേശു ആരാണെന്ന് വെളിപ്പെടുത്താനുള്ള ഒരുക്കമായിരുന്നു. പൂർവ്വപിതാക്കന്മാരുടെ പ്രതീക്ഷ യേശുക്രിസ്തുവിലായിരുന്നു. പ്രവാചകന്മാരുടെ വാക്കുകൾ യേശുവിനെ പറ്റിയുള്ള മുന്നറിയിപ്പുകളായിരുന്നു. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും യേശു ആരാണെന്ന വ്യക്തമായ വെളിപ്പെടുത്തൽ ആണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 139 ഖണ്ഡികയിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: വിശുദ്ധ ലിഖിതങ്ങളുടെ ഇടയിൽ 4 സുവിശേഷങ്ങൾ കേന്ദ്രസ്ഥാനം അലങ്കരിക്കുന്നു. കാരണം യേശു ക്രിസ്തുവാണ് അവയുടെ കേന്ദ്രം. സുവിശേഷ രചനയുടെ ലക്ഷ്യം യേശു ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് യേശുവിലുള്ള വിശ്വാസത്തിലേക്കും തദ്വാര നിത്യജീവനിലേക്ക് നയിക്കുകയാണ് എന്ന് യോഹന്നാൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യേശുക്രിസ്തുവും തന്നെ വെളിപ്പെടുത്തുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായ സുവിശേഷങ്ങൾ നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 8:24 യേശു ഇപ്രകാരം പറഞ്ഞു: ഞാൻ ആകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും. ഞാനാകുന്നു എന്ന പ്രയോഗം ഞാൻ ദൈവം തന്നെയാകുന്നു എന്നാണ് അർത്ഥം. യഹോവ മോശയ്ക്ക് വെളിപ്പെടുത്തിയ വാക്കാണ് ഞാനാകുന്നവൻ നിന്നെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഈശോ ഞാനാകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോൾ ഈശോ അർത്ഥമാക്കുന്നത് ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കുമെന്ന് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 4:26 സമരിയാക്കാരിയോട് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്: നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ. യോഹന്നാൻ 13:13 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം ഈശോ ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ നിങ്ങളുടെ കർത്താവും ഗുരുവുമാണ്. ദൈവിക വെളിപാടിൻ്റെ തുല്യ പ്രാധാന്യമുള്ള രണ്ടാമത്തെ ഉറവിടം സമ്പൂജ്യമായ പാരമ്പര്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രാദേശിക പാരമ്പര്യത്തെ സഭയുടെ സമ്പൂജ്യ പാരമ്പര്യമായി തെറ്റായി മനസ്സിലാക്കരുത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇത് തിരിച്ചറിയാൻ വേണ്ടി സേക്രഡ് ട്രഡീഷൻ, 2 വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലൈസ്ഡ്, സേക്രഡ് ട്രഡീഷൻ എന്നാണ് പറയുന്നത്. സഭയുടെ വിശുദ്ധ പാരമ്പര്യം. പ്രാദേശിക പാരമ്പര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി ട്രഡീഷൻസ്, പാരമ്പര്യങ്ങൾ എന്നുമാണ് പ്രയോഗിക്കുന്നത്. വിശുദ്ധ പാരമ്പര്യം എന്ന് ഏകവചനത്തിൽ പറയുന്നത് ബൈബിള് പോലെ തന്നെ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ഭാഗമായ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെ ഉദ്ദേശിച്ചാണ്. എന്നാൽ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശികമായി വളർന്നു വന്ന ആചാരങ്ങളെയുമാണ്. സമ്പൂജ്യമായ സഭയുടെ പാരമ്പര്യം വിശുദ്ധ ബൈബിളിന് തുല്യമായ ദൈവിക വെളിപാടിൻ്റെ സ്രോതസ്സാണ്.
അതിൽ ഉൾപ്പെടുന്നത് വിശ്വാസ പ്രമാണം, വിശ്വാസ സത്യങ്ങൾ, സാർവത്രിക സൂനകദോസുകളുടെ പ്രഖ്യാപനങ്ങൾ, അപ്രമാദിത്വത്തോടു കൂടെയുള്ള മാർപ്പാപ്പയുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ, സഭയുടെ ആരാധനാക്രമം, സഭാ നിയമം എന്നിവയാണ് സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്നത്. സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിലൂടെ വെളിപ്പെടുത്തുന്നതും യേശുക്രിസ്തുവിനെ പറ്റി തന്നെയാണ് എന്നതിനൊരു നല്ല ഉദാഹരണമാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ 12 വകുപ്പുകളിൽ 7 വകുപ്പുകളും യേശുവിനെ പറ്റി തന്നെ പറയുവാനാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നത്. 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത് സഭയ്ക്ക് രൂപം കൊടുത്തതിൻ്റെ ഉദ്ദേശം യേശുവിനെ അറിയിക്കാനായിരുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന് വിശ്വാസ നിക്ഷേപം എന്ന പേരിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ഔദ്യോഗിക ആമുഖം ഈ വാക്കുകളോടാണ് ആരംഭിക്കുന്നത്. വിശ്വാസ നിക്ഷേപം കാത്തു സൂക്ഷിക്കുക എന്നതാണ് കർത്താവ് തൻ്റെ സഭയെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. എന്താണ് വിശ്വാസ നിക്ഷേപം എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ വിശ്വാസ പ്രമാണത്തിലെ 12 വകുപ്പുകളിൽ 7 യേശുക്രിസ്തുവിനെ പറ്റി തന്നെയാണ് എന്നത് ഇതിലേക്ക് വെളിച്ചം വീശുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രധാന വിഷയം യേശു തന്നെയാണ്. അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പരമേൽപ്പിക്കുന്നതായി സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് അവർ പ്രസംഗിച്ചിരുന്നത്? പത്രോസിൻ്റെ 5 പ്രസംഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെന്തക്കോസ്ത് തിരുനാളിൻ്റെ അന്ന് നടത്തിയതാണ് ഒന്നാമത്തെ പ്രസംഗം. ജന്മനാ മുടന്തിനെ സുഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ജെറുസലേം ദേവാലയത്തിന് മുമ്പിൽ വെച്ച് നടത്തിയതാണ് 2ാമത്തെ പ്രസംഗം. ജന്മനാ മുടന്തിനെ സുഖപ്പെടുത്തിയതിനെ പറ്റി വീണ്ടും അധികാരികൾ ചോദ്യം ചെയ്തപ്പോൾ നടത്തിയത് ആണ് 3ാമത്തെ പ്രസംഗം. അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിലിട്ട് പൂട്ടിയപ്പോൾ സ്വർഗത്തിൽ ദൂതൻ വന്ന് അത്ഭുതകരമായി പാറാവുകളുടെ വാതിൽ തുറന്ന് അവർ ദേവാലയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അപ്പോസ്തലന്മാരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ നടത്തിയതാണ് 4ാമത്തെ പ്രസംഗം. കൊർണേലിയസിൻ്റെ വീട്ടിൽ പത്രോസ് നടത്തിയതാണ് 5ാമത്തെ പ്രസംഗം. ഈ 5 പ്രസംഗങ്ങളുടെയും വിഷയം ഒന്ന് തന്നെ. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന വധിച്ച യേശുവിനെ ദൈവം കർത്താവായി ദൈവമായി ഉയർത്തിയിരിക്കുന്നു. ഇതാണ് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയവും ഈശോ ദൈവപുത്രനാണെന്നതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 9:20 നമ്മളിങ്ങനെ വായിക്കുന്നു, വൈകാതെ യേശു ദൈവപുത്രനാണെന്ന് സിനഗോഗുകളിൽ അവൻ പഠിപ്പിക്കാൻ തുടങ്ങി. 21 സാർവത്രിക സൂനകദോസുകളാണ് സഭയിൽ ഇതുവരെ നടന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 7 എണ്ണമായിരുന്നു സർവപ്രധാനമായ സൂനകദോസുകൾ. ഈ 7 സൂനകദോസുകളിലും കൂടിയത് ഈശോ ആരാണെന്ന് വ്യക്തമായി പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഒന്നാമത്തെ സാർവത്രിക സൂനകദോസ് AD 325 നിഖ്യായിൽ നടന്നതാണ്. അതിൻ്റെ പശ്ചാത്തലം യേശുവിൻ്റെ ദൈവത്തെ നിഷേധിച്ച ആര്യൻ പാഷണ്ഡതയായിരുന്നു. അതിനെതിരെ നിഖ്യാ സൂനകദോസ് ഇങ്ങനെ പഠിപ്പിച്ചു: യേശു സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാണ്. വീണ്ടും യേശുവിൻ്റെ മനുഷ്യ അവതാരത്തോടെ 2ാമത്തെ സാർവത്രിക സൂനകദോസ് AD 381 നടന്ന 1ാമത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം അപ്പോൾനാരിസം എന്ന പാഷണ്ഡതയാണ്. അവർ പഠിപ്പിച്ചത് മനുഷ്യാവതാരത്തിൽ യേശു ശരീരം മാത്രമേ സ്വീകരിച്ചുള്ളൂവെന്നും അവിടത്തേക്ക് മനുഷ്യാത്മാവില്ലായിരുന്നുവെന്നുമാണ്. അതിനാൽ അവിടുന്ന് പൂർണ്ണ മനുഷ്യനല്ല എന്ന് ഈ അബദ്ധ സിദ്ധാന്തം പഠിപ്പിച്ചു. അതിനെതിരായി 1ാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: യേശു സ്വീകരിച്ചത് പരിപൂർണ മനുഷ്യപ്രകൃതിയാണ്. അവിടത്തേക്ക് യഥാർത്ഥ മനുഷ്യത്വവും സ്വതന്ത്ര മനസ്സുമുണ്ട്. 3ാമത്തെ സാർവത്രിക സൂനകദോസ് AD 431 എഫേസോസിൽ വെച്ച് നടന്നതാണ്. അതിൻ്റെ പശ്ചാത്തലം നെസ്റ്റോറിയൻ പാഷണ്ഡതയായിരുന്നു. ആ പാഷണ്ഡത ഇപ്രകാരമാണ്: യേശുവിൻ്റെ മനുഷ്യപ്രകൃതി അത്രയ്ക്കും പൂർണ്ണമായതിനാൽ അവിടുത്തെ ദൈവിക വ്യക്തിയോട് അതിനെ ചേരാനാവില്ലെന്നും അതിനാൽ യേശുവിന് ദൈവിക വ്യക്തിത്വത്തോടൊപ്പം മാനുഷിക വ്യക്തിത്വവും ഉണ്ടെന്ന് തെറ്റായ പ്രബോധനമായിരുന്നു. അതിരുത്തിക്കൊണ്ട് എഫേസോസ് സൂനകദോസ് ഇപ്രകാരം പഠിപ്പിച്ചു: യേശുവിൽ ദൈവികം മാനുഷികം എന്നീ 2 പ്രകൃതികൾ അഥവാ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും 2 വ്യക്തിത്വങ്ങളില്ല.
അവിടുത്തെ മനുഷ്യ പ്രകൃതിക്ക് അവിടുത്തെ ദൈവിക വ്യക്തിത്വമല്ലാതെ മറ്റ് കർത്താവ് സബ്ജക്റ്റ് ഇല്ല. നാലാമത്തെ സാർവത്രിക സൂനകദോസ് AD 451 കാൽസിഡോണിൽ നടന്ന സൂനകദോസാണ്. അതിൻ്റെ പശ്ചാത്തലം ഏക സ്വഭാവവാദം, മൊണോഫിസിറ്റിസം എന്ന് പറയുന്ന ഭാഷണ്ഡതയാണ്. മനുഷ്യ അവതാരത്തോടെ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം അവിടുത്തെ ദൈവത്വത്തിലേക്ക് ലയിച്ചു ചേർന്നു എന്നും അതിനാൽ മനുഷ്യാവതാര ശേഷം ദൈവപ്രകൃതി മാത്രമേ നിലനിന്നിരുന്നുള്ളൂ എന്നുമായിരുന്നു ഈ ഭാഷണ്ഡത. അതിനെതിരായി കാൽസിഡോൺ സൂനകദോസ് ഇങ്ങനെ പഠിപ്പിച്ചു: ക്രിസ്തു അന്യോന്യ മിശ്രണം ഇല്ലാത്ത ഇരു പ്രകൃതികളോട് കൂടിയവനാണ്. അവിടുത്തെ ഏക വ്യക്തിത്വത്തിൽ, അതായത് ദൈവീയ വ്യക്തിത്വത്തിൽ, ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഒരുമിച്ച് ചേരുമ്പോഴും ഇരു പ്രകൃതികളും അതതിൻ്റെ സവിശേഷത നിലനിർത്തി. അഞ്ചാം സാർവത്രിക സൂനകദോസ് AD 551 കോൺസ്റ്റാന്റിനോപ്പിൾ നടന്ന രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസായിരുന്നു. അതിന് പശ്ചാത്തലമായി നിന്നിരുന്നത് ഏകസ്വഭാവവാദക്കാരുടെ സ്വാധീനം മൂലം നെസ്തോറിയനിസം ആരോപിക്കപ്പെട്ട് സുപ്രസിദ്ധ 3 അധ്യായങ്ങൾ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രബോധനങ്ങൾ നിരോധിക്കപ്പെട്ടതായിരുന്നു. അതിനെതിരായി രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് ഇപ്രകാരം പഠിപ്പിച്ചു: യേശുവിൽ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും സമ്യക്കായി ഉൾച്ചേർന്നിരിക്കുന്നു എന്ന കാൽസിഡോൺ സൂനകദോസിന്റെ തീരുമാനങ്ങൾ ആവർത്തിച്ചുറപ്പിച്ചു. അതിനു പുറമെ ഇപ്രകാരം കൂടെ പഠിപ്പിച്ചു: യേശുക്രിസ്തു ഒരേ ഒരു വ്യക്തിയാണ്, മനുഷ്യ അവതാരം ചെയ്ത ദൈവവചനം. ക്രിസ്തുവിൽ ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, അത് ത്രിത്വത്തിലൊരുവനായ കർത്താവായ ക്രിസ്തുവാണ്. അതിനാൽ അവിടുത്തെ മനുഷ്യ പ്രകൃതിയിലുള്ളതെല്ലാം അവിടുത്തെ ദൈവീയ വ്യക്തിയിലാണ് ആരോപിക്കപ്പെടേണ്ടത്. ആറാമത്തെ സാർവത്രിക സൂനകദോസ് AD 680-81 നടന്ന മൂന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസാണ്. അതിൻ്റെ പശ്ചാത്തലം ഏകേച്ഛവാദം, മൊണോതെലിറ്റിസം എന്നറിയപ്പെടുന്ന ഭാഷണ്ഡതയാണ്. യേശുവിന് ഒരു ഇച്ഛാശക്തി, അതായത് മനസ്സ് മാത്രമേ ഉള്ളൂ, അതുപോലെ ഒരു പ്രവർത്തനവും എന്നതായിരുന്നു ആ ഭാഷണ്ഡത. അതിനെതിരായി മൂന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് ഇങ്ങനെ പഠിപ്പിച്ചു: ക്രിസ്തുവിൽ ദൈവികവും മാനുഷികവുമായ 2 സ്വഭാവം ഉള്ളതുപോലെ തന്നെ 2 ഇച്ഛാശക്തികളും മനസ്സുകളും 2 പ്രവർത്തനങ്ങളുമുണ്ട്. അവ അന്യോന്യം വിരുദ്ധമല്ല. പ്രത്യുത മാനുഷിക മനസ്സ് യേശുവിൻ്റെ ദൈവിക മനസ്സിന് വിധേയമായി പ്രവർത്തിച്ചിരുന്നു. ഏഴാമത്തെ സാർവത്രിക സൂനകദോസ് AD 781 നടന്ന രണ്ടാം നിക്കാ സൂനകദോസാണ്. അതിൻ്റെ പശ്ചാത്തലം ക്രിസ്തു ദൈവമായതിനാൽ അവിടുത്തെ ദൈവിക വ്യക്തിത്വം മാനുഷിക രൂപത്തിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന വാദഗതിയോടെ യേശുവിൻ്റെ ഛായാചിത്രങ്ങളും പ്രതിമകളും നിരോധിച്ച അബദ്ധപഠനമായിരുന്നു. അത് തിരുത്തിക്കൊണ്ട് രണ്ടാം നിക്കാ സൂനകദോസ് ഇപ്രകാരം പഠിപ്പിച്ചു: പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യ അവതാരത്തോടെ ദൈവം ദൃശ്യനായതിനാൽ അവിടുത്തെ ദൃശ്യരൂപത്തിൽ ചിത്രീകരിക്കുക ശരിയാണ്. പ്രിയ സഹോദരങ്ങളെ, 7 സാർവത്രിക സൂനകദോസുകളെ പറ്റി വളരെ ചുരുക്കമായ ഈ പ്രതിപാദനം കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണെങ്കിലും യേശുവിനെ പറ്റി അറിയിക്കാൻ വേണ്ടി സഭ എത്രമാത്രം പ്രാധാന്യമാണ് കൊടുത്തതെന്ന് ഈ സാർവത്രിക സൂനകദോസുകളുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമുക്ക് മറക്കാനാവില്ല. ഈ സൂനകദോസുകളെ പറ്റിയൊരു വിശദമായ പഠനം പിന്നീട് നമ്മുടെ പഠന പരമ്പരയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. 2 തരത്തിലുള്ള അറിവ് യേശുവിനെ സംബന്ധിച്ച് നമുക്കുണ്ടായിരിക്കണം. 1 ബൗദ്ധികമായ അറിവ്, 2 ഹൃദയതലത്തിലുള്ള അറിവ്. ബൗദ്ധികമായ അറിവാണ് നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞ 7 സാർവത്രിക സൂനകദോസുകളിലൂടെയും അതിനു മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയെല്ലാം ക്രിസ്തുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയ അറിവ്. എന്നാൽ അതോടൊപ്പം തന്നെ ഹൃദയതലത്തിലുള്ള അറിവും നമുക്ക് ആവശ്യമാണ്. അതൊരു ഹൃദയ അനുഭവമാണ്. അതിനൊരു ഉദാഹരണമായിട്ട് പറയാനുള്ളത് സ്നാപക യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യരായി തീർന്ന സംഭവമാണ്. ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നാപകൻ പറഞ്ഞ വാക്കുകൾ കേട്ട ഉടനെ 2 ശിഷ്യന്മാർ സ്നാപകനെ വിട്ട് യേശുവിൻ്റെ പിറകെ ഓടുകയാണ്. തിരിഞ്ഞു നോക്കി ഈശോ അവരെ കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? ഈശോ മറുപടി പറഞ്ഞു, വന്ന് കാണുവിൻ.
അവർക്ക് ഹൃദയതലത്തിലുള്ള വ്യക്തിപരമായൊരു അനുഭവം കൊടുക്കാൻ ഈശോ സന്നദ്ധനാവുകയാണ്. തുടർന്ന് നമ്മൾ സുവിശേഷത്തെ വായിക്കുന്നത് അവർ യേശു താമസിക്കുന്ന സ്ഥലം ചെന്ന് കാണുകയും അവിടത്തോടൊപ്പം ഒരു ദിവസം കഴിയുകയും ചെയ്തു എന്നാണ്. അതിൻ്റെ ഫലം അവരിൽ രണ്ടുപേരിൽ ഒരുവനായ അന്ത്രയോസ് അവൻ്റെ സഹോദരനായ ശമയോനെ കണ്ട് ഞങ്ങൾ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞ് പത്രോസിനെ യേശുവിൻ്റെ അടുത്തേക്ക് ആനയിക്കുന്നതാണ്. ഈശോയെപ്പറ്റി നമ്മൾ ആരംഭിക്കുന്ന പഠന പരമ്പരയിൽ ബൗദ്ധിക തലത്തിൽ ധാരാളം അറിവ് നമുക്ക് ലഭിക്കും. അതേസമയം തന്നെ നമ്മുടെ ഈ പരിശ്രമത്തിൽ പരിശുദ്ധാത്മാവ് സജീവമായി പ്രവർത്തിക്കുകയും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഹൃദയതലത്തിലുള്ളൊരു അനുഭവ ജ്ഞാനത്തിലേക്ക് അവിടെ നമ്മെ നയിക്കുകയും ചെയ്യും. യേശുവിനെ സ്നേഹിക്കുന്ന ഏവനും അവിടുത്തെ അറിയാൻ ആവേശം കാണിക്കുമെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈശോയെ കൂടുതൽ അറിയാനുള്ളൊരു അഭിവാഞ്ച തന്നെ നമുക്കുണ്ടാകും. സാധാരണ കവിഞ്ഞ ഒരു തീക്ഷ്ണതയും ആവേശവും ഈശോയെ അറിയാൻ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പൗരസ്ത്യ ദേശത്തു നിന്ന് കാലിത്തൊഴുത്തിൽ പറഞ്ഞ യേശുവിനെ കാണാൻ വേണ്ടി വന്ന ആ 3 രാജാക്കന്മാരായ ശാസ്ത്രജ്ഞന്മാരായ ആ പണ്ഡിതരുടെ ഉദാഹരണം നമുക്ക് പ്രചോദനം നൽകട്ടെ. അവർ യാത്ര ചെയ്തത് ഏകദേശം 900 മൈലുകളാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2 വർഷങ്ങൾ വേണ്ടി വന്നു അവർക്ക് അവരുടെ രാജ്യത്ത് നിന്ന് ബദലഗമലെ കാലിത്തൊഴുത്തിലെത്താൻ. അപകടകരവും മരണകരവുമായ യാത്ര അവർ ചെയ്തത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു, യേശുവിനെ അറിയാൻ. പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കലാണ് യേശുവിനെ പറ്റി പഠിക്കുന്നത് വഴി നാം ചെയ്യുന്നത്. ദൈവകൽപ്പനയുടെ പാലനമാണത്. പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കണമെന്നത് ദൈവകൽപ്പനയുടെ ഹൃദയഭാഗമാണ്. അതിനാൽ ഇന്ന് നാം ആരംഭിക്കുന്ന യേശുവിനെ സംബന്ധിച്ച ഈ പഠനം അധ്വാനം ആവശ്യമുള്ളതാണെന്നും ക്ലേശകരമാണെന്നും നാം മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. എന്നാൽ അത് നമ്മളെ മനസ്സെ ഒരു തരത്തിലും പുറകോട്ട് മാറ്റുകയല്ല, നമ്മെ തീക്ഷ്ണതയാൽ നിറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഫിലിപ്പിയ ലേഖനം 3-8 വാക്യത്തിൽ പൗലോസിൻ്റെ മാതൃക നമുക്കും പ്രചോദനമാകട്ടെ. അദ്ദേഹം പറയുകയാണ്, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഏറെ അധ്വാനവും സ്ഥിരോത്സാഹവും കഠിനപ്രയത്നവും ആവശ്യമുള്ള ഈ യേശു പഠനം സർവദാ പ്രയോജനപ്രദമാകും. കാരണം നിത്യജീവൻ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം. ആകയാൽ ഈ പഠനത്തിൽ അവസാനം വരെ നിലനിൽക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ലൂക്ക 9:62 ഈശോ പറഞ്ഞ വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിൽ യോഗ്യനല്ല. എബ്രായ ലേഖനം 3:14 ഇതേ പ്രബോധനമുണ്ട്. നമ്മുടെ ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ നാം പങ്കുകാരാവുകയുള്ളൂ.